നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ കാപട്യം തുറന്നുകാട്ടി മുഖ്യമന്ത്രിയുടെ മറുപടി. കാപട്യത്തിന്റെ മൂർത്തീകരണമാണ് വി ഡി സതീശനെന്ന് മുഖ്യമന്ത്രി. സതീശനല്ല പിണറായി വിജയനെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. മുഖ്യമന്ത്രി പല പ്രാവശ്യം ആവർത്തിച്ചാണ് ഈ നിലവാരമില്ലായ്മ. അത് സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ മതി. സതീശനല്ല പിണറായി വിജയൻ, അത് മനസ്സിലായിക്കൊള്ളണം. സതീശൻ എന്ന് പറയുന്നത് കാപട്യത്തിന്റെ മൂർത്തീകരണമാണ്. മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കാനുള്ള വി ഡി സതീശന്റെ നീക്കങ്ങൾ. മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനെയും മുഴുവൻ ആളുകളെയും ഏത് സമയത്ത് അവഹേളിക്കുക തെറ്റില്ല. കാരണം അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുക. പക്ഷേ മുഖ്യമന്ത്രി വെറുതെ വിട്ടില്ല. പോരാട്ടം നേർക്കുനേരെയായി. എണ്ണിയുള്ള മുഖ്യമന്ത്രിയുടെ മറുപടികൾക്ക് മുന്നിൽ സതീശൻ വെട്ടിലായി. അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. അതൊന്നും എന്റെ അടുത്ത് ഏശില്ല കേട്ടോ. നല്ല കണ്ണാടിയിൽ നോക്കേണ്ടത് നിങ്ങളാണ്, ഞാനല്ല കണ്ണാടിയിൽ നോക്കേണ്ടത്. അതാദ്യം മനസ്സിലാക്കണം. ഈ നാട് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ നാടാകെ ഞങ്ങളെ ഉപേക്ഷിച്ചു എന്നാണല്ലോ നിങ്ങൾ കരുതുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇത്ര വെപ്രാളം? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള തീർത്തും അധിക്ഷേപകരമായ വാക്കുകൾ ചൊരിയുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് കാണിക്കാത്തത്? എന്തേ നിങ്ങൾ ഇവരെ ഇങ്ങോട്ട് തള്ളിവിട്ടത്? നിങ്ങളിങ്ങനെ തള്ളിവിട്ട ഘട്ടത്തിലല്ലേ ബഹുമാനപ്പെട്ട സ്പീക്കറെ നിങ്ങളോട് ചോദിച്ചത് ആരാ പ്രതിപക്ഷ നേതാവ് എന്ന്? നിങ്ങളോടല്ല, അവിടെ നിന്നവരോടാണ് ചോദ്യം. നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് ആളുകളെ വിളിക്കുന്നു, അവിടെ വന്നിരിക്കാൻ പറയുന്നു. നിങ്ങളുടെ വാക്കിന് വല്ല വിലയുണ്ടോ? നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ കാണിക്കുന്ന കാപട്യത്തിന്റെ മറ്റൊരു ഭാഗമല്ലേ അത്? നിങ്ങളൊരു നിലയെടുക്കുക, മറ്റുള്ളവരെ പറഞ്ഞു വിടുക, അതല്ലേ ഉണ്ടാകുന്നത്? നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാപട്യം ഈ സമൂഹം കാണുന്നില്ല എന്നാണോ കരുതുന്നത്? നല്ല വാചകത്തിലൂടെ പറഞ്ഞാൽ മാത്രം കാര്യങ്ങൾ തീർത്തും പോകുന്നാണോ കരുതുന്നത്? ആ ധാരണ വേണ്ട. അത്തരമൊരു ധാരണയിൽ തുടങ്ങുകയും വേണ്ട. സതീശനല്ല പിണറായി വിജയൻ, അത് മനസ്സിലായിക്കൊള്ളണം. സതീശൻ എന്ന് പറയുന്നത് കാപട്യത്തിന്റെ മൂർത്തീകരണമാണ്. ആ കാപട്യത്തിന്റെ മൂർത്തീകരണമല്ല ഞാൻ ഈ നാടിന്റെ മുന്നിൽ എപ്പോഴും നിന്നിട്ടുണ്ട്. എല്ലാ ഘട്ടത്തിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ആ രീതിയിൽ തന്നെ പോവുകയും ചെയ്യും. അത് മനസ്സിലാക്കിയാൽ മതി. മുഖ്യമന്ത്രിയുടെ വാക്കുകളുടെ ചൂട് സതീശൻ പലതവണ അറിഞ്ഞു. സർ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ വണങ്ങിയത് ആരാണ് എന്ന് തിരിഞ്ഞങ്ങ് ചോദിച്ചാൽ മതി. ഇങ്ങോട്ട് നോക്കിയിട്ട് ഇത്തരം മുദ്രാവാക്യം വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. സർ, ഗോൾവാൾക്കറുടെ ആഘോഷത്തിൻ്റെ മുന്നിൽ അവിടെ ചിത്രവും വെച്ച് അതിൻ്റെ മുന്നിൽ വണങ്ങിയത് ആരാണെന്ന് സ്വന്തം നേതാവിനോട് ചോദിക്ക്. എന്നാലും മനസ്സിലാവും RSS ആരാണ് വണങ്ങുന്നത്. ഇതിനിടയിൽ സഭയുടെ ചരിത്രത്തിൽ ഇത്തരമൊരു കീഴ്വഴക്കം ഉണ്ടായിട്ടില്ലെന്ന മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തലയുടെ ഓർമ്മപ്പെടുത്തലും സഭയിലുണ്ടായി. ഇതും വി ഡി സതീശനെതിരെയുള്ള ഒളിയമ്പായി മാറി. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.